ഹലോ. അപ്പോൾ നമ്മുടെ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാം സ്റ്റാർട്ടാക്കിയാലോ അല്ലേ? ഇംഗ്ലീഷ് എക്സാം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയണേ. അപ്പോൾ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റിവ്യൂ പോലെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് എക്സാമിന് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ടൈം മാനേജ്മെൻറ്റിലാണ് പ്രശ്നം വന്നത്. ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ പറഞ്ഞാൽ ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, ഓക്കെ ആയിരുന്നു പേപ്പറൊക്കെ. 1 മാർക്ക് ക്വസ്റ്റ്യൻസൊക്കെ ഫസ്റ്റത്തെ ആ ഒരു പോർഷനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു, അതൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്ത് പോകാൻ പറ്റിയിട്ടോ. പക്ഷെ അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് ഞാൻ റിലീവ് എന്നാണ് എഴുതിയത്. ഒരുപാട് പേര് വേറെ എന്തൊക്കെ ആൻസർ കീയിലൊക്കെ വേറൊക്കെ കാണുന്നുണ്ട്. ബാക്കിയൊക്കെ അതുപോലെ പോയറ്റിക് ഡിവൈസും ഞാൻ മെറ്റഫറാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചിലവർ പേഴ്സോണിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ലൈൻസ് പെട്ടെന്ന് കണ്ടപ്പോൾ മെറ്റഫറാണ് തോന്നിയത്. ഞാൻ മെറ്റഫറാണ് എഴുതിയിട്ടുള്ളത്. ബാക്കി പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലായിരുന്നു. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ 2 അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ഡ്രഗ് അബ്യൂസും ജോബ് അപ്ലിക്കേഷനും ഷുവർ ക്വസ്റ്റ്യൻസ് ആണല്ലോ, അത് അങ്ങനെ പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. അത് എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത 6 മാർക്സിൻ്റേക്ക് എത്തിയത്. 6 മാർക്സിൻ്റെ ഒരു 3-4 നോട്ട് എഴുതി കഴിഞ്ഞിട്ടാണ് 4 മാർക്സിൻ്റെ നോക്കിയത് കേട്ടോ. അപ്പോഴത്തേനും തന്നെ എനിക്ക് അത്യാവശ്യം ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 4 മാർക്സിൻ്റെ എഴുതുമ്പോഴത്തേനും ഒരു ഓട്ടമായിരുന്നു ടൈം. കാരണം ടൈമില്ല, നമുക്ക് എല്ലാതും അറ്റൻഡ് ചെയ്തിട്ട് വിടണമല്ലോ. പിന്നെ എനിക്ക് ഗ്രാമറിൻ്റെ പോർഷനും കൂടി ഉണ്ടായിരുന്നു എഴുതാൻ. പിന്നെ 4 മാർക്സിൻ്റെ ഞാൻ അതിൽ എഴുതാതിരുന്നത് മെൻറ്റിങ് വോളിൻ്റെയും പിന്നെ ആ ഒരു ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ആയിരുന്നു. ബാക്കിയൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അനൗൺസ്മെൻറ്റ് പെട്ടെന്ന് എഴുതി തീർത്തു. പിന്നെ അതുപോലെ തന്നെ ഇമെയിലും അധികമൊന്നും ഇല്ലല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് എഴുതി തീർത്തു. പിന്നെ ആ പോയിൻറ്റ്സ് ആണല്ലോ, നമുക്ക് ഒരുപാട് എഴുതാനൊന്നുമില്ല. അപ്പോൾ അതും ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ റൈസിൻ്റെതും നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തീരെ ടൈം കിട്ടാതെ അതായത് ആ 6 മാർക്സിൻ്റെയിൽ ഞാൻ സെമിനാർ ലാസ്റ്റിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. 20th ക്വസ്റ്റ്യനും 21st. അത് രണ്ടും ഞാൻ എഴുതാതെ വിട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ രണ്ടിൽ ഏത് എഴുതണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് വുമൺ എംപവർമെൻറ്റിൻ്റെ അത് എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ സെമിനാറിൻ്റെ ഇതിലാണ് ലാസ്റ്റിക്ക് വെച്ചിട്ട് കംപ്ലീറ്റ് ആവാതെ, അതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്നാലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. 6 മാർക്സിനുള്ളതൊന്നുമില്ല. പിന്നെ ബാക്കിയൊക്കെ അതിൽ നല്ലപോലെ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഫോർമൽ ലെറ്റർ ആയിരുന്നു ഒന്നുകൂടി നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇൻഫോർമൽ നമ്മൾ പണ്ട് മുതലേ എഴുതുന്നതാണല്ലോ, ആ ഒരു ഇതിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹൊറേഗിലും ഞാൻ ലാസ്റ്റിക്കായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതും ലാസ്റ്റ് ആ ഒരു ടൈമിലേക്കാണ് എഴുതിയത്. അതുകൊണ്ട് അത്രയും അടിപൊളിയായിട്ട് എഴുതാൻ പറ്റിയില്ല, എന്നാലും അറ്റൻഡ് ചെയ്തിട്ട് പറ്റുന്ന പോലെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ റോബർട്ട് ബാൾഡ്വിൻ്റെയും ക്യാരക്ടേഴ്സ് കുറച്ച് പോയിൻറ്റ്സൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് പിന്നെ സ്റ്റോറിയൊക്കെ കൂടി ഇതാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഗ്രാമർ പോർഷനിൽ എഡിറ്റിങ്ങിൽ ഒരെണ്ണം തെറ്റിയിട്ടുണ്ട്. അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ച് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി കറക്റ്റ് ആണോ എന്നറിയില്ല. പ്ലക്കാർഡ്സ് ഉണ്ടാക്കാനും പിന്നെ അതുപോലെ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും അഡ്വൈസ് പോലെ എഴുതുക, അതൊക്കെ ഈസി ആയിരുന്നു കേട്ടോ. അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ എക്സാം പേപ്പർ ഓക്കെയാണ്, ഈസി പേപ്പറായിരുന്നു. പക്ഷെ ടൈം വെച്ചിട്ടാണ് എനിക്കൊന്ന് പ്രശ്നമായത്. ആ 6 മാർക്സിൻ്റെ ഒക്കെ ഒന്നുകൂടി സെറ്റാക്കി വെക്കണമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങൾ, ഇംഗ്ലീഷ് എക്സാമിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക. പിന്നെ അതുപോലെ ഗ്രാമറിലാണ് എനിക്കൊന്ന് പ്രശ്നമായത്. ഗ്രാമറിൻ്റെ ഭാഗത്ത് നല്ല പേടിയുണ്ട്. അപ്പോൾ എന്തായാലും ഇംഗ്ലീഷ് നമ്മൾ കഴിഞ്ഞ് ഇനി അടുത്തത് ഫിസിക്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും നല്ലപോലെ നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.